അതിനിടയിൽ മണ്ഡലം മാറണമെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു CPIM. താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറണമെന്ന വി അബ്ദുറഹ്മാന്റെ ആവശ്യം CPIM അംഗീകരിച്ചു. മാറ്റത്തിന് വിധേയമാണല്ലോ എല്ലാം എന്നായിരുന്നു അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. അബ്ദുറഹ്മാൻ എവിടെയാണ് മത്സരിക്കേണ്ടത് എന്ന് അബ്ദുറഹ്മാൻ സ്വതന്ത്രനല്ലേ, സ്വതന്ത്രമായി അത് കുഴപ്പമില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തിന് വിധേയമാവാതെ എന്തെങ്കിലും ലോകത്തുണ്ടോ? അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തന്നെയാണ്. ഇന്ന് വി അബ്ദുറഹ്മാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ആർ സീത്ത്. വി അബ്ദുറഹ്മാൻ MV ഗോവിന്ദൻ പറയുന്ന പോലെ സ്വതന്ത്രനാണ്. അപ്പോൾ CPM പ്രഖ്യാപിച്ച അല്ലെങ്കിൽ LDF പ്രഖ്യാപിച്ച ഒരു സീറ്റ്, അതിൽ നിന്നും ഞാൻ ഇവിടെ മത്സരിക്കാനില്ല എന്ന രോഷപ്രകടനം അല്ലെങ്കിൽ അതൃപ്തി അറിയിച്ച് പ്രചരണത്തിനിറങ്ങാതിരിക്കൽ, ആ ദിവസങ്ങൾ നീളൽ, പിന്നീട് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം മറ്റൊരു സീറ്റിലേക്ക് മാറ്റിക്കൊടുക്കൽ, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച. വി അബ്ദുറഹ്മാൻ അതിനും മാത്രമുള്ള സ്വാധീനം എന്താണ്? മന്ത്രിയാണ് ശരി, പക്ഷേ എന്നൊരു സംശയം സ്വാഭാവികമുണ്ട്. ശ്രീത്, ഹാഷ്മി, മലപ്പുറത്തെ പൊതുരാഷ്ട്രീയത്തിന്റെ സ്വാധീനം തന്നെയാണ്, പൊതുരാഷ്ട്രീയത്തിൽ CPIMനുള്ള പരിമിതിയാണ് അബ്ദുറഹ്മാനെ കൊണ്ട് ഇത്തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ഇടം നൽകുന്നത്. അബ്ദുറഹ്മാൻ സ്വന്തം നാട് തിരൂരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് തിരൂരിലേക്ക് മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം 2016-ലും 2021-ലും താനൂരിൽ നിന്നാണ് മത്സരിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നു, എന്നാൽ പാർട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തിരൂരിലാകാം എന്നാണ് അബ്ദുറഹ്മാന്റെ നിലപാട്. അക്കാര്യത്തിൽ പാർട്ടി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൊണ്ടുവരികയാണ്. നേരത്തെ തിരൂർ സീറ്റ് സ്ഥാനാർത്ഥിയെ കിട്ടാത്ത കൊണ്ട് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തിരൂരിലേക്കുള്ള അബ്ദുറഹ്മാന്റെ മാറ്റത്തിന് മുന്നിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. താനൂരിൽ ഒരാളെ പുതുതായി കണ്ടെത്തിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് CPIMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തുന്നുണ്ട്. അബ്ദുറഹ്മാനുമായി അവിടെ വെച്ച് സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എത്തും. അബ്ദുറഹ്മാന്റെ മണ്ഡലം മാറ്റം സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജയിച്ച ആളാണ് അവിടെ, പക്ഷേ ഏറ്റവും ഒടുവിൽ ജയിക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത്. അപ്പോൾ അവിടെ മത്സരിക്കുന്നതിൽ നിന്ന് വി അബ്ദുറഹ്മാനെ തടയുന്നത് തോൽവി ഭയമാണോ ശ്രീത്? തോൽവി ഭയം അടക്കമുള്ള കാരണങ്ങൾ അബ്ദുറഹ്മാനെ താനൂരിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. 2016-ൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയോട് വി അബ്ദുറഹ്മാൻ വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന് 5000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ 2021-ൽ PK ഫിറോസിനോട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1000 വോട്ടിനേക്കാൾ താഴ്ന്നു. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ താനൂർ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് ലീഗിനുണ്ടായത്. ആ ലീഗ് മുന്നേറ്റത്തിൽ കടപുഴകി വീഴുമോ എന്ന ആശങ്കയും താനൂരിൽ നിന്ന് മാറാനുള്ള നീക്കത്തിൽ അബ്ദുറഹ്മാൻ പ്രേരണയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയ തോതിലുള്ള വർദ്ധിത വീര്യത്തോടെ ഇത്തവണ അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തണമെന്നുള്ള ഒരു വാശി ലീഗ് പ്രവർത്തകർക്കും മറ്റുമുണ്ട്. ഇത് പൊതുവെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി കൂടിയാവണം അബ്ദുറഹ്മാന്റെ തിരൂരിലേക്കുള്ള മാറ്റം. യെസ്, അബ്ദുറഹ്മാൻ വ്യവസായി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും കച്ചവടക്കാർക്ക് ലാഭം മാത്രമേ അവർ നഷ്ടം നോക്കി ഒരു പരിപാടിക്ക് ഇറങ്ങില്ല. അപ്പോൾ സ്വാഭാവികമായും PK ഫിറോസുമായി 970 ചില്ലുവാനം വോട്ട്, 978 വോട്ടെന്തോ മാത്രമായിരുന്നു കഴിഞ്ഞ ഭൂരിപക്ഷം. അപ്പോൾ ആ ഭൂരിപക്ഷത്തിൽ 5 വർഷം കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ആൻറ്റി ഇൻകുംബൻസി, അവിടെ ലീഗിനുണ്ടാകുന്ന ഒരു മുന്നേറ്റമൊക്കെ കാണുമ്പോൾ ഇത്തവണ നിന്നാൽ കാര്യങ്ങൾ പന്തിയല്ല എന്ന് കരുതിയാണ് താനൂരിൽ വേണ്ട എന്ന ഈ പിടിവാശിയിൽ നിന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. പക്ഷേ CPM അതിന് വഴങ്ങുന്നുണ്ട്. അദ്ദേഹം പറയുന്ന തിരൂരിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.